ഹായ് വിയേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മണിത്തക്കാളി കറിയാണ് കേട്ടോ. ഇതിനെ ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്നും പറയും, സൺബെറി പറയും, വണ്ടർ ചെറി എന്നും പറയാറുണ്ട് കേട്ടോ. ഇത് രണ്ട് വെറൈറ്റി ഉണ്ട്. ഒന്ന് വന്ന് ഇതുപോലെ അതിൻ്റെ പഴം ഇതുപോലെ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറിൽ വരും. വേറെ ഒന്നെൻ്റെ ചുവപ്പ് കളറിൽ വരും. അതാണ് രണ്ട് വെറൈറ്റി. ഇതൊരു 4 അടി ഹൈറ്റിൽ വളരുന്ന കുറേ ബ്രാഞ്ചസ് ഉള്ള ഒരു ചെടിയാണ് കേട്ടോ. അത് എല്ലാവരും നട്ടുപിടിപ്പിക്കും. ഇത് വളരെ മൂല്യങ്ങളുള്ളതാണ് കേട്ടോ. അതിൻ്റെ കായ ഇത് സ്കിന്നിന്, പിന്നെ ഹൃദ്രോഗ ചികിത്സയ്ക്ക്, വാതചികിത്സയ്ക്ക് ഒക്കെ എടുക്കുന്ന ഒരു നല്ലൊരു ഔഷധം കൂടിയാണ്. അതിൻ്റെ ഇല തോരൻ വയ്ക്കാം. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ഉരുള പുളി വെള്ളത്തിൽ താഴ്ത്തുക കേട്ടോ. വറവിന് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിൽ 1 സ്പൂൺ കടലപ്പരിപ്പ്, കറിവേപ്പില, 1 സ്പൂൺ കുരുമുളക്, ദെൻ ഒരു റെഡ് ചില്ലി, പിന്നെ നാളികേരം ഒരു 2-3 സ്പൂണൊക്കെ ഇടുക. പിന്നെ കൂടുതൽ വേണമെങ്കിൽ ഇടാം, ടേസ്റ്റായിരിക്കും. ഓക്കെ, എല്ലാം നല്ലോണം വറക്കുക. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവയും കായവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്ത് അതിനെ പേസ്റ്റാക്കി വയ്ക്കുക. പുളിയിലും കലക്കി വയ്ക്കുക. എന്നിട്ട് ഒരു ചീനച്ചട്ടിയിൽ മണിത്തക്കാളി, പച്ചമുളക്, ദെൻ കറിവേപ്പില ഇടുക. നല്ലോണം വഴറ്റുക. അതിലേക്ക് ഉപ്പ് ഇടുക കേട്ടോ. നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് അരച്ച പേസ്റ്റ് ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. ഇത് ഒരു നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കുറുകി വരുന്ന ഒരു കറിയാണ് കേട്ടോ. ഇനി അതിന് വറവിടണം. 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കടുക്, കറിവേപ്പില, കപ്പൽ മുളക്, റെഡ് മുളക് കേട്ടോ. അതിൽ തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട്, തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ചൊക്കെ വറുത്ത് കൂട്ടുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.